തിരുവനന്തപുരം ചെമ്പഴന്തിയിലെ ക്ഷേത്രക്കുളത്തിൽ +2 വിദ്യാർത്ഥി സൂരജ് മുങ്ങിമരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. സുഹൃത്തുക്കൾക്ക് പുറമെ മുൻപ് സംഘർഷമുണ്ടായ 2 പേർ കൂടി കുളിക്കാൻ ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. സൂരജിന് നീന്തൽ അറിയാമെന്നും മാതാപിതാക്കൾ പറഞ്ഞു. അപ്പം കമന്ന് കിടന്നെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംശയമുണ്ട്. മോന് നീന്താൻ അറിയത്തില്ലെന്ന് ചാനലിലൊക്കെ പറയണം, പക്ഷെ അവന് നീന്താൻ അറിയാം. അവരെ കൂടെ പോണ ഫ്രണ്ട്സൊക്കെ പറഞ്ഞായിരുന്നു, അമ്പലക്കുളത്തിൽ കുളിച്ചിട്ടാണ് അവർ പരിപാടിക്ക് കയറണത്. അപ്പോൾ അവന് നീന്താൻ അറിയാം. നീന്താൻ അറിയാതെ മുങ്ങി മരിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റൂല. സ്കൂളിൽ എന്തോ ഇതായിട്ട് ചേങ്കോട്ടുന്നത് മറ്റു കുട്ടികളും ഇവരും കൂടെ അടി കൂടി കൊണ്ടുവന്നപ്പോൾ ഇവൻ ഇടയ്ക്ക് ചെന്ന് പിടിച്ചു മാറ്റാൻ ചെന്നായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളൊക്കെ ആയായിരുന്നു. ആ കൂട്ടത്തിലുണ്ടായ 2 പേരുണ്ടെന്ന് സംശയമാണ് പറഞ്ഞത്. എന്നു വെച്ചാൽ ഇവർ 7 പേരിൽ ഇവർ കുളിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഈ 2 പേര് അതുവഴി വന്നപ്പോൾ ഇവർ കുളിക്കണ കണ്ടിട്ടാണ് അവിടെ ഇറങ്ങിയെന്നാണ് അവൻ്റെ കൂട്ടുകാർ പറഞ്ഞത്. മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അലക്സ് മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, എന്തൊക്കെയാണ് ഈ കുടുംബത്തിന്റെ സംശയങ്ങൾ? അലക്സ്. ഉന്മേഷ്, ഇക്കഴിഞ്ഞ 26-നാണ് തിരുവനന്തപുരം കാട്ടായിക്കോണം ചേങ്കോട്ടുകോണം സ്വദേശി സൂരജ് മാധവവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. 17 വയസ്സുകാരനാണ്. സൂരജ് ഇടത്ര ക്ഷേത്രത്തിൽ, അത് ചെമ്പഴന്തിക്കടുത്താണ്, ചെമ്പഴന്തിക്ക് സമീപം ഇടത്ര ക്ഷേത്രക്കുളത്തിൽ സൂരജ് മുങ്ങി മരിച്ചത് 26-ാം തീയതിയാണ്. അതിനുശേഷം ഇന്നലെയാണ് മാതാപിതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടാകുന്നത്. മാതാപിതാക്കൾ കഴക്കൂട്ടം പോലീസിൽ സൂരജിൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പരാതി നൽകിയിരിക്കുന്നു. സൂരജിൻ്റെ പിതാവും മാതാവും, അതായത് സുമയും സുരേഷും ആണ് സൂരജിൻ്റെ പിതാവും മാതാവും. ഇവർ പരാതി നൽകിയിരിക്കുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സൂരജ് അന്നേ ദിവസം വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. സുഹൃത്തുക്കളാണ് സൂരജിനെ കുളിക്കാനായി വിളിച്ചത്. അങ്ങനെയാണ് സൂരജ് ഈ ഇടത്ര ക്ഷേത്രക്കുളത്തിലേക്ക് പോകുന്നത്. 7 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർക്കൊപ്പം പക്ഷേ 2 പേർ കൂടി ഉണ്ടായിരുന്നു. ഈ 2 പേർ മുമ്പ് ഈ സ്കൂളിൽ ഒരു സംഘർഷം നടന്നതുമായി ബന്ധപ്പെട്ട് സൂരജുമായി തർക്കത്തിലും സംഘർഷത്തിലും അടിപിടിയിലും ഒക്കെ ഏർപ്പെട്ടിരുന്നു. അത് പിടിച്ചു മാറ്റാൻ സൂരജ് പോയിരുന്നു. അവർ എങ്ങനെ അവിടെ എത്തി എന്നുള്ളതാണ് മാതാപിതാക്കളുടെ സംശയം. അത് മാത്രമല്ല, സൂരജിൻ്റെ ഈ 7 സുഹൃത്തുക്കളിൽ പലരെയും മാതാപിതാക്കൾ വിളിച്ച് ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കിയിരുന്നു. പലരും പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ചിലർ പറയുന്നു നീന്തുന്നതിനിടയിൽ കുളത്തിലേക്ക് മുങ്ങിപ്പോയെന്ന് ചിലർ പറയുന്നു ഒപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്തിൻ്റെ സഹോദരനെ രക്ഷിക്കുന്നതിനിടയിൽ കമിഴ്ന്ന് കുളത്തിലേക്ക് വീഴുകയായിരുന്നു എന്ന് പറയുന്നു. മാതാപിതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ സൂരജിൻ്റെ സുഹൃത്തുക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സൂരജ് മുങ്ങി മരിക്കില്ല. കാരണം സൂരജിന് നീന്തലറിയാം. സൂരജ് മേളത്തിനൊക്കെ പോകുന്ന ഒരു കുട്ടിയാണ്. മേളത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ മറ്റ് ക്ഷേത്രക്കുളത്തിലൊക്കെ പോയി നീന്തി കുളിച്ചതിന് ശേഷം മേളത്തിന് കയറുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് നീന്തലറിയാതെ മുങ്ങി മരിച്ചു എന്ന് പറയുന്നത് വിശ്വസിക്കാനാകില്ല എന്ന് സുഹൃത്തുക്കളും അതുപോലെ മാതാപിതാക്കളും പറയുന്നുണ്ട്. ഈ മരിച്ച ഈ ഇടത്ര ക്ഷേത്രക്കുളത്തിൽ തന്നെ മുമ്പ് 3-4 തവണ സൂരജ് പോയി കുളിച്ചിട്ടുണ്ട്. അതുപോലെ നീന്തി രസിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതിനാൽ നീന്തൽ അറിയില്ല എന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് പറയുന്നു. മാത്രമല്ല, ഈ സൂര്യൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഈ 7 പേർ. ഈ 7 പേരും സൂര്യൻ്റെ മരണത്തിന് ശേഷം വീട്ടിലേക്ക് വരികയോ മാതാപിതാക്കളെ ഒന്ന് വിളിക്കുകയോ ചെയ്തിരുന്നില്ല. പലരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അന്നേ ദിവസം ഈ സംഭവം പറഞ്ഞ് സൂര്യൻ്റെ മാതാവും മുത്തശ്ശിയും ആ കുളത്തിന് കരയിലേക്ക് പോകുമ്പോൾ ഈ സുഹൃത്തുക്കളിൽ പലരും അവിടെ നിന്ന് ഓടുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഈ ബന്ധുക്കളും ഈ സൂരജിൻ്റെ ചില സുഹൃത്തുക്കളും ചേർന്ന് ആ പ്രദേശത്ത് ചില അന്വേഷണം നടത്തി. അതിൽ തൊട്ടടുത്ത വീട്ടിലെ ഒരു വീട്ടമ്മ പറയുന്നത് ആ കുളത്തിൽ ചില തല്ലുകൂടുന്നത് അവർ കണ്ടിരുന്നു. ചില അടിപിടി ഉണ്ടാകുന്ന അവർ കണ്ടിരുന്നു. അവർ വിളിച്ചു ചോദിച്ചു. നല്ല മഴയുണ്ടായിരുന്നു. അവർ വിളിച്ചു ചോദിച്ചപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞത് അത് കളിക്കുന്നതാണ്, തമാശ എന്നാണ് ഈ കുട്ടികൾ പറഞ്ഞതെന്ന് പറയുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് മാതാപിതാക്കൾക്ക് സംശയമുള്ളത്. അങ്ങനെയാണ് കഴക്കൂട്ടം പോലീസിൽ ഈ മരണത്തെ സംബന്ധിച്ച് ദുരൂഹതയുണ്ട്, അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴക്കൂട്ടം പോലീസിൽ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. പരാതി നൽകി 3 ദിവസമായിട്ട്, അല്ലെങ്കിൽ ഇത്രയും മണിക്കൂറുകളായിട്ട് പോലും പോലീസ് ഉദ്യോഗസ്ഥരാരും തങ്ങളുടെ മൊഴിയെടുക്കാൻ വന്നില്ല എന്ന് പോലും അവർ പറയുന്നുണ്ട്. പോലീസ് പരാതി കൊടുക്കവേ അവരോട് പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ലഭിച്ചതിന് ശേഷം മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കാനാകൂ എന്നാണ് പോലീസ് പറഞ്ഞത്. നമ്മൾ കഴക്കൂട്ടം പോലീസിനെ ബന്ധപ്പെട്ടിരുന്നു. ഇവരുടെ പരാതി ലഭിച്ചതായി കഴക്കൂട്ടം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അന്വേഷണത്തിലേക്ക് കടന്നതായും പറയുന്നുണ്ട്. 17 വയസ്സായ കുട്ടികളാണ്, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. വിശദമായ അന്വേഷണം നടത്തി മാത്രമേ ഈ സംശയം ദൂരീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ മരണത്തിൽ ബന്ധുക്കൾ അതുപോലെ സൂരജിൻ്റെ മറ്റു സുഹൃത്തുക്കളൊക്കെ സംശയം ഉന്നയിക്കുന്നുണ്ട്, ദുരൂഹത സംശയിക്കുന്നുണ്ട്. അതിൽ അന്വേഷണം വേണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്.